നമ്മളുടെ വീടുകളിലും നമ്മളുടെ തോട്ടങ്ങളിലും കൃഷി ചെയ്യാനും മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ അതുപോലെ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ മരങ്ങൾ നടുമ്പോൾ ഒരു ദിക്ർ ചൊല്ലി നമ്മൾ മരം നട്ട് കഴിഞ്ഞാൽ, കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കൃഷിയിൽ വലിയ ബറക്കത്തുണ്ടാകും, നല്ല ഫലങ്ങൾ കായ്ക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ 2 ദിവസങ്ങളെന്നും ഏതാണ് ആ ദിക്റെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ നമ്മളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ അള്ളാഹ്, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ്, എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും റാഹത്തും സന്തോഷവും ലഭിക്കുന്ന മജ്ലിസാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ബറക്കത്ത് കരസ്ഥമാക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നമ്മളെ വീടുകളില് ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പല മരങ്ങളും നട്ടുപിടിപ്പിക്കാറുണ്ട്. ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിൽ ചെടി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത്, മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് 2 ദിവസങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകും, നല്ല ഫലങ്ങൾ ഉണ്ടാകും. കൃഷിയിൽ നമ്മൾക്ക് നല്ല ലാഭം കൊയ്യാൻ കഴിയും. നമ്മളെ ചെടികളൊക്കെ വളരെ ഉഷാറായി, അത് നുരുമ്പിപ്പോകാതെ, അത് ഉണങ്ങിപ്പോകാതെ വളരെ ഉഷാറായി വളർന്നു വരുന്നതായി കാണാം. അതുപോലെ തന്നെ ചെടികളൊക്കെ നടുന്ന സമയത്ത്, കൃഷി ചെയ്യുന്ന സമയത്ത്, മരം നടുന്ന സമയത്ത് ഒരു ദിക്റും നമ്മൾ ചെല്ലേണ്ടതുണ്ട്. എന്നാൽ അത് നല്ല ഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നല്ല ഉപകാരം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. സ്വസുഇല അലൈഹിസ്സലാം റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു അയ്യൗമിൽ അഹദി, ഞായറാഴ്ച ദിവസത്തിനെ കുറിച്ച്. നബിയെ, ഞായറാഴ്ച ദിവസത്തെ കുറിച്ച് എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൗമി ഖറസിൻ, അത് ചെടികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള ദിവസമാണ്. ഇത് മഹാന്മാരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെടികളും മരങ്ങളും കൃഷിയൊക്കെ ചെയ്യാൻ തെരഞ്ഞെടുക്കേണ്ട 1ാമത്തെ ദിവസം അത് ഞായറാഴ്ച ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസാരമാക്കേണ്ട ഒരു ദിവസമൊന്നുമല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് ഞായറാഴ്ച ദിവസമാണെന്ന് ആരിഫീങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ വീട് പണി തുടങ്ങാൻ നല്ലത് ഞായറാഴ്ച ദിവസമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം. അപ്പൊ ഞായറാഴ്ച ദിവസം എന്തുകൊണ്ടും നല്ല ദിവസമാണ്. അപ്പൊ നമ്മൾ കൃഷിയൊക്കെ നടുമ്പോ, വീട്ടിൽ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോ, മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോ ഞായറാഴ്ച ദിവസം സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 2ാമത്തെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖറസ യൗമൽ അർബിആ, ഒരാൾ ബുധനാഴ്ച ദിവസം നട്ടുപിടിപ്പിച്ചാൽ, ചെടികൾ നട്ടാൽ, അതല്ലെങ്കിൽ കൃഷി ചെയ്താൽ, മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ, ഫഖാല, ആ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത്, ചെടികളൊക്കെ നടുന്ന സമയത്ത്, മരങ്ങളൊക്കെ നടുന്ന സമയത്ത് അവൻ പറഞ്ഞു, സുബ്ഹാനൽ ബാഇസിൽ വാരിസ്. ആ ദിക്ർ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് സുബ്ഹാനൽ ബാഇസിൽ വാരിസ്, സുബ്ഹാനൽ ബാഇസിൽ വാരിസ്. അങ്ങനെ നമ്മൾ ഇത് ചൊല്ലി ബുധനാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ കൃഷി ചെയ്താൽ, വീട്ടിൽ ചെടികൾ നട്ടാൽ, മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അതിൽ ഫലം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല ഉപകാരം ലഭിക്കുമെന്നാണ് മഹാനായ നബി തങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ കൃഷിയൊക്കെ നടുമ്പോ ഈ 2 ദിവസങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്റെ പ്രിയമുള്ളവരെ. മാത്രമല്ല വസ്തഹബ്ബ ബഅദുഹും അർസൽ അസ്ജാരി ഫീഹി, ബുധനാഴ്ച ദിവസം മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. അപ്പൊ ബുധനാഴ്ച ദിവസം മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ് എന്ന് വരെ മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
തീർന്നിട്ടില്ല. ബുധനാഴ്ച മരം നടുന്നതിനെ കുറിച്ച് പറയുന്നതായി കാണാം. മൻ ഗറസ ഗർസൻ യൗമൽ അർബിയാ, ഒരാൾ ബുധനാഴ്ച ദിവസം മരങ്ങളോ ചെടികളോ കൃഷികളോ നട്ടുപിടിപ്പിച്ചാൽ വഖാല സുബ്ഹാനൽ ബായിത്തിൽ വാരിസ് എന്ന ദിക്റവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അത്അമഹുല്ലാഹു മിൻ സമറതിഹി, അവൻ ആ കുഴിച്ചിട്ട, അവൻ ആ നട്ട അവന്റെ വൃക്ഷത്തിൽ നിന്ന്, അവന്റെ ചെടികളിൽ നിന്ന്, അതല്ലെങ്കിൽ അവന്റെ കൃഷിയിൽ നിന്ന് നല്ല ഫലങ്ങൾ അല്ലാഹു നൽകും. നല്ല മാമ്പഴം കിട്ടും. തെങ്ങാണോ കുഴിച്ചിട്ടത് നല്ല തേങ്ങ കിട്ടും. പ്ലാവാണോ കുഴിച്ചിട്ടത് നല്ല ചക്ക കിട്ടും. അല്ല നെല്ലാണോ നമ്മൾ കൃഷി ചെയ്തത് നല്ല നെല്ലുണ്ടാകും. വാഴയാണോ നല്ല വാഴ കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരുപാട് നല്ല ദിവസങ്ങളെ കുറിച്ചും, എന്ന് വീട് പണി തുടങ്ങണം, എന്ന് വസ്ത്രം വാങ്ങാൻ പോകണം, എന്ന് യാത്ര ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണല്ലോ. യാത്ര പോകുന്ന സമയത്ത് നമ്മൾ യാത്ര പോകാൻ തിരഞ്ഞെടുക്കേണ്ടത് തിങ്കളാഴ്ച ദിവസമാണ്. ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ച ദിവസമാണെന്ന് മഹാനായ തഅബ ഉസ്താദ് അവിടുത്തെ തഅബ വൈത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. തിങ്കളാഴ്ച ദിവസം നീ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല ദിവസം യാത്ര പോകാൻ, ടൂർ പോകാനും സിയാറത്ത് പോകാനും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ്. ഇതിന്റെ അർത്ഥം അത്യാവശ്യം വന്നാൽ തിങ്കളാഴ്ച ദിവസം കാത്തുക്കണമെന്നൊന്നുമല്ല, അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം കാത്തുക്കണമെന്നൊന്നുമല്ല. നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ യാത്ര പോകുമല്ലോ, സിയാറത്തോ അല്ലെങ്കിൽ ടൂറൊക്കെ പോകുമല്ലോ, അപ്പൊ ഏറ്റവും തിരഞ്ഞെടുക്കാൻ നല്ല ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവുമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖിന്റെ ബൈത്ത് ചൊല്ലി നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ കൂട്ടായ്മ വിജയിപ്പിക്കട്ടെ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് തവസ്സുൽ ബൈത്താണ്. തവസ്സുൽ ബൈത്ത് ചൊല്ലി ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും ആത്മാർത്ഥമായി ചെല്ലുക. നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾ കാരണം ഒരു 10 ആളെങ്കിലും നമ്മളെ മജ്ലിസിലേക്ക് വരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമി മീതെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാഹിറും ബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ മടവൂർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ മടവൂർ വലി തുണ റബ്ബനാ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ മടവൂർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും മടവൂർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും മടവൂർ വലി തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും മടവൂർ വലി ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും മടവൂർ വലി ബറകത്തിനാൽ യമിക്കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും മടവൂർ വലി ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂതിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ മടവൂർ വലി തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങൾ അകറ്റി തരണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകണേ അല്ല. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്നവർക്ക് വിചാരിച്ച ജോലി നൽകണേ അല്ല. എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊടുക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ല. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ല. മക്കൾക്കും മരുമക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും നല്ല സ്വഭാവം നൽകണേ അല്ല. കുടുംബ കലഹത്തിൽ നിന്ന് കാക്കണേ അല്ല. ഐക്യമുള്ള കുടുംബ ജീവിതം നൽകണേ അല്ല. വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റബ്ബേ. ഈ മജ്ലിസ് എന്നും കാണുന്നവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് നീ അതിന്റെ ബറക്കത്ത് നൽകണേ അല്ല. നിന്റെ കാവൽ നൽകണേ അല്ലാ.